മിലിറ്ററിയാ. നമ്മളെ മേലെ വീട്ടിലെ തോമസിന്റെ മോൻ വന്നപ്പോ കൊണ്ടുവന്നാ. ഒന്നുകൂടെ വയ്ക്കട്ടെ. അയ്യോ മതി, മണക്കും. ഈ മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല. ആ പറഞ്ഞത് ശരിയാ, മിലിറ്ററിക്ക് മണം ഉണ്ടാവില്ല, പക്ഷെ വാ മണക്കും. എടോ അച്ചുവേ, അവള് പോലീസ് നായുടെ എനവാ, മണത്ത് പിടിക്കും. ചോട്ടെ, എന്തായാലും ഇന്ന് നമ്മൾ അടിക്കുന്ന അവൾക്കറിയാം. അവിടെ നല്ല ഞാൻ തണുത്ത വെള്ളം എടുത്തോണ്ട് വന്നേ. അയ്യോ കഴിഞ്ഞു. അതെ, ഒന്നടിച്ചാലും രണ്ടടിച്ചാലും മണക്കും. അപ്പൊ പിന്നെ മൂന്നായാലും എന്താ? നീ എന്നെ കൊലക്ക് കൊടുക്കല്ലേ അച്ചു. ഞാനത് ചെയ്യോ? ഇതും കൂടി എന്റെ വലിക്ക്. വേണ്ടടാ അച്ചു, അവൾ എന്നെ ചീത്ത പറയും. അറിഞ്ഞെങ്കിലല്ലേ ചീത്ത പറയൂ. അത് ഞാൻ നോക്കിക്കോളാം. തമാശ കാണിക്കാണ്ട് താണ്ട് വലിക്ക്, എനിക്ക് പോണം. വേണ്ട അച്ചു. പിടിക്കേന്ന്. ഇനി വായൊന്ന് തുറക്ക്. എന്തിനാ തുറക്കേന്ന്? അയ്യോ വേണ്ട വേണ്ട വേണ്ട, മിക്സ് ഒക്കെ ഞാൻ തന്നെ പ്രതിക്കോളാം. അടുത്ത് ഉള്ളോട്ട് ഉള്ളോട്ട്. ഇനി ശാരദല്ല ദമയന്തി ഒന്നാ പോലും പിടിക്കാൻ പറ്റില്ല. അതെ, ഞാൻ 20 കൊല്ലം അതിന്റെ ഭാര്യയെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. 20 കൊല്ലം. ഒരു കുഴപ്പമില്ല, ചെറിയൊരു നീറ്റലുണ്ടാവും, അത് പ്രശ്നമാക്കണ്ട. എന്നാ പിന്നെ അലയും വിട്ടോ, നമുക്ക് പിന്നെ കാണാം. അപ്പൊ നീ വരുന്നില്ലേ? ഞാനിപ്പോ വന്നാ ശരിയാവില്ല, ചേട്ടൻ പോയിക്കോ. പിന്നെ ഞാനായിരുന്നു കൂട്ടുകെന്ന് ശാരദയോട് പറയണ്ട. എടാ ദുഷ്ട, 2 പെഗിനൊക്കെ ശാരദയെ പിടിച്ചാലോ. അപ്പൊ ഇയാള് 4 പെഗൊക്കെ എങ്ങനെ അടിക്കുക? ഇന്നെന്താണ് വല്ലാത്തൊരു നോട്ടം? അല്ല, ഈ വിയർക്കണ കണ്ടപ്പോ ഒന്ന് നോക്കിയതാ. അടിച്ചു അല്ലേ? ഞാൻ അടിച്ചില്ല, വെറുതെ അച്ചുവായിട്ടൊന്ന് വർത്തമാനം പറഞ്ഞു. ദേ കള്ളം പറയരുത്. തണുത്ത വെള്ളം ചോദിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ചു കരുതി ഞാൻ ഒന്നും പറയില്ല, പക്ഷെ നോണ പറയരുത്. അടിച്ചു ഒന്ന്. ദേ വീണ്ടും കള്ളം പറഞ്ഞു. അത് പിന്നെ അച്ചു നിർബന്ധിച്ചപ്പോ. ഇനി ഇങ്ങോട്ട് വരട്ടെ, ഞാൻ 4 വർത്താനം പറയുന്നുണ്ട്. അയ്യോ ഒന്നും പറയല്ലേടോ, ഇന്ന് വിഷു അല്ലേ. കുട്ടികൾ കഴിച്ചു കഴിഞ്ഞെങ്കിൽ നീ ചോറെടുത്ത് നോക്ക്. വല്ലാത്ത വിശപ്പ്, ഇന്ന് നമുക്ക് ഒന്നിച്ചിരിക്കാം. എത്രയായി? എത്രയായി? 40 രൂപ. 40 രൂപ ഇവിടെ വരെ വരുന്നതിന് 20 രൂപ. അതെ, ഇങ്ങോട്ട് വരുന്നതിന് 20, പോകുന്നതിന് 20. ആരാ പറഞ്ഞത് നിന്നോട് തിരിച്ചു പോവാൻ? നീ ഇവിടെ കിടന്നോടാ, അത് കൊടുത്താ മതി. പിടിച്ചോ. അല്ല ദരിദ്രോ. നീ എന്തിനാടാ സുമാരനായിട്ട് വളർക്കണ്ടായി? വിഷമം കൊണ്ടാടാ, മനസ്സിലെ വിഷമം കൊണ്ട്. അവന്റെ ഒപ്പം പണിയെന്ന് വീണ് മരിച്ചപ്പോ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഞാൻ ഒരു ഒറ്റ ഒഴുത്തിനാ. പാലക്കാടുള്ളവന്റെ അളിയന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞു, പീരുമേടുള്ളവന്റെ പെങ്ങളെ ആളെ വിട്ട് അറിയിച്ച്. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടും അവൻ എന്നെ അടിയന്തരം അറിയിച്ചില്ലടാ. പിന്നെ എനിക്ക് എങ്ങനെ വിഷമം ഉണ്ടാവുമായിരിക്കും? നീ വിഷമിക്കണ്ട, നിനക്കൊരു അവസരം ഉണ്ടാവും. എന്തവസരം? നിന്റെ അച്ഛനും പനമെന്നല്ലേ കാരണേ, വീഴാതിരിക്കില്ല. വെയിറ്റ് അല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിന്റെ വീടെത്തി നീ കള്ളു കുടിച്ചിട്ടുണ്ട്, പക്ഷേ ഡീസന്റ് ആയിരിക്കും. അതിനെന്താ സംശയം? ഞാൻ എത്ര കുടിച്ചാലും ഡീസന്റാ. എടി മനുഷ്യ കൊയ്താണ് ഇറങ്ങി വരാൻ. എടി പിറ്റക്കാരി ഇങ്ങനെ ഇറങ്ങി വാടി. അവളെ ഇങ്ങട് വാടി ഇങ്ങട്. വെളിയിൽ കിടന്ന് വിളിച്ചു പോണ്ട, അകത്ത് കയറിയിരിക്കും, ആൾക്കാർ കേൾക്കും. കേക്കട്ടില്ല എന്റെ സങ്കടം. അകത്ത് കയറി മധുബൂത ആഘോഷിക്കാൻ വന്നവരല്ല ഞാൻ. നീ എന്റെ കെട്ടിയോളല്ലേ? ആണെങ്കിലേ പറഞ്ഞ സ്ത്രീധനം തരുമായിരുന്നു. എവിടെ തരാൻ? നല്ലൊരു ദിവസമായിട്ട് വെറുതെ. ആഹാ, കണ്ണും കൈയും കാലും കാട്ടി നീ എന്നെ സൗന്ദര്യത്തെ ലൈൻ കമ്പി പോലെ വളച്ചെടുത്തേ. നേരം വെളുക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു പരിഹാരം ഉണ്ടാക്കി തരാം. അത് മതി, ഈ സാധനത്തിന് ഇവിടുന്ന് കൊണ്ടുപോയാ മതി. നിനക്ക് എന്റെ വക 2 കുട്ടികൾ ഫ്രീയാ. ആരും തരുടോ ഇങ്ങനെയൊക്കെ? നിങ്ങൾ അങ്ങോട്ടൊന്നും ചെന്നേ. ഞാൻ ചെന്നാലൊന്നും ആ ബഹളം തീരില്ല. അത് തീരണമെന്നുണ്ടെങ്കിലേ അവൻ കുടിച്ച വെള്ളം തലേന്ന് ഇറങ്ങണം. നീ വാഴടയ്ക്ക. തലവിധി.
ഇല്ലെങ്കിൽ വേണ്ട. തൊണ്ടയിൽ ഒരു കിച്ച് കിച്ച്. പോണ്ടേ നമുക്ക്? ശ്രീധനം വാങ്ങുന്നില്ലേ? ഭയങ്കര ചൂട്. ആ, ഇന്നലെ രാത്രി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞാനൊന്നും പറഞ്ഞില്ലേ. പിന്നെ നിങ്ങൾ ഇന്നലെ എന്തൊക്കെയാ വിളിച്ചു കൂവിയത്? എന്നെ നാണം കെടുത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അതൊക്കെ പോട്ടെ, നമുക്ക് പോവാം. ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരുന്നുള്ളൂ. മതി, പതുക്കെ വന്നാ മതി. പക്ഷെ ഇപ്പൊ എന്റെ മോളെ വീടിന്റെ താക്കോൽ ഇങ്ങതാ. എന്താ മൂന്നേട്ടാ രാവിലെ തന്നെ രണ്ടാളും കൂടി? ഏയ്, പെട്ടെന്നൊരു യുദ്ധം വന്നാ നമ്മൾ എന്താ ചെയ്യാന്ന് ഭാര്യയോട് ചോദിക്കായിരുന്നു. ഇന്നലെ രാത്രി ഉണ്ടായ യുദ്ധമാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ല. പിന്നെ മനുഷ്യന്റെ ഫീലിംഗ് അത് ചിലപ്പോ മറ്റവനെ കൊണ്ട് നിർത്താനാവും. അപ്പൊ ഇത്തിരി അടിക്കും. എന്നാ മുകുന്ദേട്ടൻ ഇപ്പൊ പോണ്ട, 2 ദിവസം കഴിഞ്ഞു പോയാ മതി. ഞാനൊന്ന് റെഡി ആവട്ടെ. അതെ, നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, താക്കോല് തരാം. വേണ്ട, ഞാൻ പോണില്ല. നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. പശു വാല് പൊക്കണതും കാള വാല് പൊക്കണതും എന്തിനാന്ന് ഈ മുകുന്ദന് നന്നായിട്ട് അറിയാം. ആ കളി എന്നോട് വേണ്ടേ. ഇവിടെ ഒറ്റയ്ക്ക് നിന്നാലേ വേറെ ആള് വന്ന് നിന്നെ പീസ് കെട്ടും. ആട്ടെ, എന്റെ അച്ഛൻ പോയോ? ഇല്ല. എന്തേ? ഒന്നുമില്ല. എന്തായാലും എന്നെപ്പ കാണണ്ട. അയ്യോ, എന്റെ അമ്മേ. അഖിലേ, നീ വരുന്നില്ലേ? ഇല്ല, അച്ഛൻ നടന്നോളൂ, ഞാൻ റെഡി ആയിട്ടില്ല. അവളുടെ മേക്കപ്പ് തീരട്ടെ. ദേ അമ്മേ, കളിയാക്കണ്ട കേട്ടോ, അസൂയ. ആ പിന്നെ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുമ്പോ നമ്മുടെ അച്ചോട്ടന്റെ വീട്ടിലൊന്ന് കയറണം. ഗീതയ്ക്ക് ഒരു ആലോചന വന്നിരുന്നു പാലക്കാട്ട് നിന്ന്. അതെന്തായിന്ന് ചോദിക്കണം. ശരി, സമയം കിട്ടിയാ കേറാം. വരട്ടെ. അതിപ്പോ നടക്കാൻ പോണില്ല. അതെന്താ? അവക്ക് ചെക്കനെ പിടിച്ചില്ല. ഓ, അതുകൊണ്ടൊന്നും അല്ല അമ്മാവ. പിന്നെ എനിക്കിപ്പോ കല്യാണം വേണ്ട, ആദ്യം ഏട്ടന്റെ കഴിയട്ടെ. ഓ, അയ്യോ നമ്മേ. വാ വാ വാ. അച്ചു, നീ എവിടെ ആയിരുന്നു? ഞാൻ സുഖവാസ കേന്ദ്രത്തില്, ഏ, അതായത് ബാത്റൂമില്. ഇന്നലത്തെ വിക്സ് ശരിയായില്ല. ഒക്കെ ഞാൻ അറിഞ്ഞു. ഒരുപാട് കഥ കേട്ടും വായിച്ചും അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാ വിക്സ് തിന്നുന്ന കഥ കേൾക്കുന്നത്. വിക്സോ? ആലുവപ്പാലം മൊത്തം വിഴുങ്ങുന്ന പാർട്ടികളും ഉണ്ട്. അത് ഞങ്ങൾക്കൊട്ടൊന്ന് വെച്ചതാണല്ലോ. അങ്ങനെ തോന്നിയോ? ഇവിടെ അധികം നേരം ഇരിക്കണ്ട, നമുക്ക് പോയേക്കാം. എന്താ രണ്ടാളും കുശുകുശുക്കണേ? നിന്നെ പെട്ടെന്ന് കെട്ടിച്ചുവിടുന്ന കാര്യം പറയായിരുന്നു. ശാരദയ്ക്കും കുട്ടികൾക്കും ഒക്കെ സുഖമാണോ? ദൈവ സഹായത്താൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. എന്താ അച്ചു? ഞാനിപ്പോ വരാം. ഇന്നലത്തെ മിലിറ്ററി ചതിച്ചു. അയ്യോ, ഇന്നലെ തുടങ്ങിയ ഓട്ടാ, ഇതുവരെ നിന്നിട്ടില്ല. അതെ, ഈ കട്ടൻ ചായയിലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്ക്, അപ്പൊ നിൽക്കും. ചേട്ടൻ അങ്ങനെയായിരിക്കും നിന്നതല്ലേ? അതെ. അത് പോട്ടെ, ചെക്കൻ എന്താ ചോദിച്ചേ? ഒന്നും കാര്യമായിട്ട് ചോദിച്ചില്ല. ഒരു 4 ലക്ഷം മാത്രം. എന്നിട്ട് എന്തു പറഞ്ഞു? എന്ത് പറയാൻ, നോട്ട് അച്ചടിച്ചു തുടങ്ങുമ്പോ അവിടെ എത്തിക്കാമെന്ന് വിഷ്ണുട്ടൻ പറഞ്ഞു. അഖിലയുടെ കാര്യം നോക്കണ്ടേ? നോക്കണം. ഇത്തിരി കടവുണ്ട്, പിന്നെ ജാതകം ശരിയാകണ്ടേ. ആദ്യം ഇതങ്ങട് കഴിയട്ടെ. ഞാൻ ഇറങ്ങുക. ചിലപ്പോ അച്ചു ഇറങ്ങാൻ വൈകും. അച്ചുവേ. എന്നാല് തട്ടെ മോളെ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. നല്ല ബെസ്റ്റ് പോസ്റ്റ്. ഒരു ലൈൻ കൊടുത്ത് നോക്കിയാലോ? ദൈവമേ, എന്റെ ഫ്യൂസ് അടിച്ച് കളയല്ലേ. അല്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ? എന്ത് കംപ്ലൈന്റ്? ഫ്യൂസ് കംപ്ലൈന്റോ കണക്ഷൻ കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും?
ഏയ് ഒന്നുമില്ല. അന്ന് ഞാൻ മറ്റെന്തെങ്കിലും സഹായം ചെയ്യാം. ഓ അതൊക്കെ ബുദ്ധിമുട്ടാവൂലേ? എന്ത് ബുദ്ധിമുട്ട്. ഞാനൊരു ലൈൻമാൻ ആണെങ്കിലും കുട്ടിക്ക് വേണ്ടി ഒരു പോസ്റ്റ്മാൻ ആവാനും ഒരു വാച്ച്മാൻ ആവാനും എനിക്ക് മടിയില്ല. അത്രയ്ക്ക് ജെന്റിൽമാൻ ആണ് ഞാൻ. ഈ നാട്ടിൽ ഏത് ലൈൻ പൊട്ടിപ്പോയാലും അത് കൂട്ടിക്കൊടുക്കുന്നത് ഈ ഞാനാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ലൈൻ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. കുട്ടിക്ക് ലൈൻ വല്ലതും വേണോ? വേണമെങ്കിൽ ഇപ്പൊ വേണ്ട. ആവശ്യം വരുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയി ഞാൻ പറഞ്ഞോളാം. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അതിന് കുട്ടി എന്തിനെ ഷോർട്ട് ആവുന്നത്? കുട്ടി സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറഞ്ഞാൽ ഫേസും ന്യൂട്രും പോലെ. പുരുഷൻ ഫേസ്, സ്ത്രീ ന്യൂട്രൽ. അതാണ് പ്രകൃതി. ഇവിടെ ഞാൻ ഫേസും കുട്ടി ന്യൂട്രും. ഫേസും ന്യൂട്രും ചേർന്നാൽ ഒരു ബൾബ് കത്തും. ഇവിടെ നമ്മൾ രണ്ടുപേരും ചേർന്നാൽ നല്ലൊരു ജീവിതം ഉണ്ടാവും. കുട്ടി എന്ത് പറയുന്നു? ഞാൻ പറയാടാ. അല്ല ന്യൂട്രൽ ഫേസ് ലൈൻ കൊടുക്കാൻ വേണ്ടി അല്ല ഫേസ് ന്യൂട്രൽ. നീ കുറെ നാളായിട്ട് ലൈൻ കൊടുക്കാൻ കിടന്ന് കറങ്ങാണെന്ന് എനിക്കറിയാം. അടിച്ചേരെ ഒന്ന് ചവച്ചിറക്ക് ചങ്ങാതി, അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കും. ഇങ്ങനത്തെ 50 എണ്ണം ഒന്നിച്ച് പിരിഞ്ഞാൽ ഈ അയ്യപ്പന് തേക്കും. നല്ല കപ്പാസിറ്റി ഉള്ള വിലയാ എന്റെ ഈ വയറിനകത്ത്. അളയും കാര്യം പറ. പാപി ചെല്ലുന്നടം പാതാളെന്ന് പറഞ്ഞല്ലേ ഈ കാര്യങ്ങള്. എന്തെങ്കിലും 4 ചക്രം കിട്ടുന്ന വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാ. അപ്പോഴല്ലേ കാലം വന്ന് അമ്മായിപ്പനെ പൊക്കിക്കൊണ്ട് പോയത്. ഓട്ടട മുകുന്ദ, ആ നക്കാപ്പിച്ച് കാശ് കിട്ടിയാ നമുക്ക് 4 ദിവസം മിനുങ്ങാൻ പറ്റില്ല. അയ്യപ്പനത് പറയരുത്. അയ്യപ്പനത് പറഞ്ഞാൽ അയ്യപ്പനാണ് സത്യ. അയ്യപ്പനെ ഞാൻ തല്ലും. അത് അയ്യപ്പൻ മനസ്സിലാക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ അയ്യപ്പ? നീ എന്റെ ചങ്ങാതിയാ. അപ്പൊ പിന്നെ എന്തും പറയാം, എന്തും ചെയ്യാം. അതിലെനിക്കൊരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുടിക്കും. അത് നമ്മൾ അധ്വാനിച്ചിട്ടാ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാ. അതിലാരെങ്കിലും എതിരെ നിന്നാലുണ്ടല്ലോ കൊല്ലും ഞാനവിടെ. അളിയ ചതിക്കരുത്. ഇത് വീട്ടിലേക്ക് പിള്ളേർക്കുള്ള കുറച്ച് ബേക്കറി സാധനങ്ങളാണ്. എത്ര ഫിറ്റായാലും ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ പിള്ളേരുടെ മോന്ത കാണുമ്പോൾ എനിക്ക് അറിയാണ്ട് സങ്കടം വരും. പോലീസുകാർ ശവത്തിന് കാവല് നിൽക്കണ പോലെ എന്റെ ഭാര്യയും മക്കളും എന്നെ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് പോകാൻ മോന്ത. ഞാൻ എങ്ങോട്ട് പോവാൻ? എന്റെ ഭാര്യയും മക്കളും അവിടെയാ. എന്നൊരു പണി, ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാം. വേണ്ട, ശരിയാവില്ല. മുകന്തം കുടിച്ചാ ഒന്നെങ്കിൽ എന്റെ കൂരെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഫുട്പാത്തിൽ കിടക്കും. ഏതായാലും വീണണം വിഷ്ണു ലോക. നിനക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ മക്കളെയും കണ്ട് എന്റെ സുന്ദരിയായ ഭാര്യയുടെ വായിലിരിക്കുന്ന 4 ചീത്തയും കേട്ട് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാലും എനിക്ക് തൃപ്തിയാവും. എന്നാ വീട്ടിൽ ചെന്ന് ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഗുഡ് നൈറ്റ്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് തീർക്കണേ. വേണ്ട. അങ്ങോട്ട് പോട്ടെ.